ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓഫ്ലൈനായിട്ട് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും. മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ലഭിക്കും. അതല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ മൊത്തം കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയാനായിട്ട് ശ്രമിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നത്. അതായത് വിളിച്ചിട്ടുള്ളത് സീരിയൽ നമ്പർ 01/2025 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തുടക്കം തന്നെ പറയട്ടെ, ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയിരിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എവിടത്തേക്കാണോ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് അവിടെയാണ് എക്സാം സെന്റർ വരാൻ അധികവും സാധ്യതയുള്ളത്. മേ ബി നമുക്ക് കേരളത്തിൽ കിട്ടില്ല, ഉറപ്പ് പറയുന്നില്ല. ഈ ഒരു സ്ഥലത്ത് തന്നെ വരാനാണ് സാധ്യത കൂടുതലും. എവിടെ അപേക്ഷിക്കുന്നു അവിടെ വരാനാണ് സാധ്യത കൂടുതലും. എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിനെ അപേക്ഷിക്കേണ്ടത് പോസ്റ്റൽ വഴിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നിങ്ങൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതെങ്ങനെ അപേക്ഷിക്കണം എന്ന് ലാസ്റ്റ് പറയാം. നിങ്ങളിപ്പോൾ അപേക്ഷിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വേക്കൻസി കണ്ടു, അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് ഒരുപാട് വേക്കൻസി കണ്ടു. അപ്പോൾ ഇവിടത്തേക്കാണെങ്കിൽ ഇതാണ് ഇതിന്റെ പോസ്റ്റൽ അഡ്രസ്സ്. ഈ കോളത്തിൽ കാണുന്നതാണ് പോസ്റ്റൽ അഡ്രസ്സ്. എയർ ഓഫീസർ കമാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഡ്രസ്സാണ് നിങ്ങൾ ടു അഡ്രസ് ആയിട്ട് എഴുതേണ്ടത്. ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും വെക്കണം. അതെങ്ങനെ എഴുതണം എന്ന് ലാസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഒരു പോസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസമിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കുന്നതാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് അസമിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹരിയാനയിലേക്കാണ്. ഹിന്ദി ടൈപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ന്യൂഡൽഹിയിലേക്ക് നമുക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ബോത്ത് മെൻ ആൻഡ് വുമൺ ആർ എലിജിബിൾ ഫോർ ദീസ് പോസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും OBC ഹാവ് 3 year റിസർവേഷൻ, അതായത് ഏജിൽ റിലാക്സേഷൻ, നോട്ട് റിസർവേഷൻ, 3 year റിലാക്സേഷൻ നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ 5 year റിലാക്സേഷൻ ഫോർ SC ST ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരുപാട് പേര് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ഏജ് ലൈക്ക് വിത്ത് ഇൻക്ലൂഡ് ഡേറ്റ് ഓഫ് ബർത്തോട് കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം. നോട്ടിഫിക്കേഷനിൽ അത് പരാമർശിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഏകദേശം 25 വയസ്സ് എൻഡിങ്ങിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഏജ് മുൻഗണന, അത് ഞാൻ ലാസ്റ്റ് മുന്നോട്ടേക്ക് പറയാം. നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ 18 അല്ലെങ്കിൽ 18 വയസ്സായി ഈവൻ ഒരു ഡേ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 25 വയസ്സ് കഴിഞ്ഞ് ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഓഫ്ലൈൻ ആണ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം പോകുന്ന അപേക്ഷയായിരിക്കും ചിലപ്പോൾ അവരെടുക്കുന്നത്. പിന്നെ അവർ എല്ലാം പൊട്ടിച്ച് നോക്കി യോഗ്യരായിട്ടുള്ളവരെടുക്കും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അവരാരെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് മാത്രമേ പരീക്ഷ എഴുതാനും പോകാൻ പറ്റത്തുള്ളൂ. പരീക്ഷ എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോവർ ഡിവിഷൻ അപേക്ഷിക്കാനായിട്ട് +2 വേണം. +2ൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ്, +2ന്റെ കൂടെ ടൈപ്പിംഗ് സ്പീഡ് വേണം എന്ന് പറയുന്നുണ്ട്. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയിലോ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓൾസോ നമുക്ക് ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് കിടക്കാവുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്റ്റോർ കീപ്പർ പോസ്റ്റ് കാണാൻ സാധിക്കും. ദി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ക്ലാസ് പാസ്സായിരിക്കണം, +2 പാസ്സായിരിക്കണം വിത്ത് അതിൻ്റെ കൂടെ ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ആണ് ഹാൻഡിലിംഗ് എ സ്റ്റോർ. അത് ഡിസേബിൾ ആണ്. ഇഫ് യു ഹാവ് ദീസ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് മുൻഗണന ലഭിക്കും. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് +2 ഇനഫ്, +2 മാത്രം മതി. +2 വെച്ച് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചിരിക്കുക. +2 ആണ് മാൻഡേറ്ററി. +2 നിർബന്ധമാണ്, മറ്റേത് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ മുൻഗണന, ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ പോസ്റ്റ് കാണാൻ സാധിക്കും, ഓർഡിനറി ഗ്രേഡ്. ഇതിൻ്റെയൊക്കെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിളിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കില്ലായിട്ട് ഡ്രൈവിംഗ്, അതുപോലെ തന്നെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം കൂടി ചോദിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഡ്രൈവിംഗിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. കുക്ക് ഓർഡിനറി ഗ്രേഡിന് 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. അതിൻ്റെ കൂടെ കാറ്ററിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്.
ഇൻ കാറ്ററിംഗിൽ തന്നെയാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണ്ടത്. 1 ഇയർ എക്സ്പീരിയൻസ് ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ പെയിൻറ്റർ പോസ്റ്റാണ്, 10ാം ക്ലാസ് വേണം, അതിൻ്റെ കൂടെ ട്രേഡിലുള്ള ITI ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണ് ഈ ഒരു ട്രേഡിൽ എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാർപ്പൻ്റർ ആണ്, 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം, ITI വേണം, 10ാം ക്ലാസ്സും ITIയും വേണം, അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആയിരിക്കണം. എക്സ് സർവീസ് മാൻ ഏതെങ്കിലും പോരാ, ഈ ട്രേഡിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 10ാം ക്ലാസ് ITI ആണ് നോർമൽ സിവിലിയൻസിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത്. പിന്നെ ഹൗസ് കീപ്പിംഗ് ആണ്. ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ലോണ്ടറിമാൻ ആണ്, 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എന്തിൽ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുൻഗണന നൽകാൻ മാത്രമാണ്, അതില്ലെങ്കിലും പ്രശ്നമില്ല, 10ാം ക്ലാസ് മാത്രം മതി. പിന്നെ മെസ് സ്റ്റാഫ് ആണ്, 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, മുൻഗണന ലഭിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് ആണ് യോഗ്യത, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മുൻഗണന ലഭിക്കും. പിന്നെ വോൾക്കനൈസർ ഉണ്ട്, 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിലും അപേക്ഷിക്കാം. ഈ ട്രേഡിൽ എക്സ് സർവീസ് മാൻ ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് മതി അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക്, ഇതിൻ്റെ സെലക്ഷൻ ആസ് ഐ സേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഏജ് നിങ്ങൾക്ക് ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ് ഏകദേശം 12 മാസം, അതായത് 25 വയസ്സ് കഴിഞ്ഞ് 26 വയസ്സാവാൻ ഏകദേശം ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഏജ് ഒരു ക്രൈറ്റീരിയ ആണ്, ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ഏജ് ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട് അതൊരു ക്രൈറ്റീരിയ ആണ്. സർട്ടിഫിക്കറ്റ് ഒരു ക്രൈറ്റീരിയ ആണ്. അങ്ങനെ വിവിധ എലിജിബിലിറ്റീൻ്റെ ബേസിലാണ്. ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇപ്പം നിങ്ങളും അതുപോലെ മറ്റൊരു വ്യക്തിയുമായിട്ടാണ് കോമ്പറ്റീഷൻ അവിടുന്ന് ഒരു 2 അപേക്ഷയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി 26 വയസ്സാവാനായിട്ട് 2 ദിവസമോ 3 ദിവസമായിട്ട് ആ അപേക്ഷ അവിടെ എത്തിയിട്ട് അവർ പൊട്ടിച്ച് നോക്കുമ്പോഴുള്ളൂ എങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 25 വയസ്സാണ് നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ളത്, മറ്റൊരു വ്യക്തിക്ക് 24 വയസ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. എന്ന് കരുതി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉറപ്പല്ല. ഇങ്ങനെ ഒരുപാടധികം ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ്, ഇങ്ങനെ ഒരുപാട് അത് അപേക്ഷ പോകും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാണ്ട് ഡിസപ്പോയിൻറ്റ് ചെയ്യാനല്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവൂ, ഇതിൻ്റെ പരീക്ഷ എഴുതാനായിട്ടുള്ള അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ലഭിക്കൂ. പിന്നെ ഈ പേജ് ഫുള്ള് പറയുന്നത് ഇതിൻ്റെ പരീക്ഷാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും വരത്തില്ല, അത് പലരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും വരത്തില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മലയാളത്തിലൊന്നും എഴുതി അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വെച്ചിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഡ്യൂലി സെൽഫ് അറ്റസ്റ്റഡ്, നിങ്ങൾ ഒപ്പിട്ടിട്ട് വേണം വെക്കാനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുന്നുണ്ട്, അതിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടത്, ഒന്നിൻ്റെയും ഒറിജിനൽ വെക്കരുത്, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തം ഒപ്പിടണം. മറ്റാരെ കൊണ്ട് ഇടിക്കണം എന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് അതിൻ്റെ മുകളിൽ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം, ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ 10 രൂപേൻ്റെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യണം, എൻവലപ്പിൻ്റെ മുകളിൽ, അതായത് ഒരു കത്തയക്കുന്ന കവറിൻ്റെ മുകളിൽ ഫോർ ദി ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ ആൻഡ് കാറ്റഗറി, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളതും വ്യക്തമായിട്ട് എഴുതിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആപ്ലിക്കേഷനിൽ എഴുതേണ്ട കാര്യമല്ല പറയുന്നത്, എൻവലപ്പിൻ്റെ മുകളിലാണ്. അതായത് നമ്മൾ അയക്കുന്ന കത്തിൻ്റെ മുകളിൽ ഏത് പോസ്റ്റിനെ അപേക്ഷിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മറ്റ് ഫീസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റാമ്പിൽ ഒട്ടിക്കുന്ന ഫീസും ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു അപേക്ഷാ ഫോമിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ലൊരു അപേക്ഷാ ഫോം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലെങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോർ ദി പോസ്റ്റ് ഓഫ് എന്നുള്ളത് ഏത് പോസ്റ്റിനാണ്, LDCയോ അല്ലെങ്കിൽ MTSO ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അത് എഴുതുക. ഇൻ വിച്ച് യൂണിറ്റ്, വെസ്റ്റ് ബംഗാളാണോ, ഏത് യൂണിറ്റിലേക്കാണ്, ന്യൂഡൽഹിയിലേക്കാണോ, എവിടെയാണോ അപേക്ഷിക്കുന്നത് അവിടെ എഴുതുക. അതുപോലെ തന്നെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ടില്ലേ, അതേ പോസ്റ്റ് തന്നെ ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതുക. പിന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റ് അത് ബ്ലാക്ക് ലെറ്ററിൽ എഴുതുക. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും വായിച്ച് നോക്കുമ്പോൾ തന്നെ. നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ,
ഈ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് ഡേറ്റ് മന്ത് ഇയർ കൃത്യമായിട്ട് ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ആരുടെ ഏജ് ആണോ കൂടുതലായിട്ടുള്ളത് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, എന്തെങ്കിലും നിങ്ങളുടെ പേര്, അപ്പോൾ ആ ഒരു പേരും കൂടി ടച്ച് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കുക, അത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ബാക്കിയുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കാരണം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, കാറ്റഗറി, അതൊക്കെയാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത്. ഡൊമിസൈൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അറ്റാച്ച് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. ഡൊമിസൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഡൊമിസൈലാണോ അത് എഴുതുക. നമ്മൾ കേരളത്തിലാണ്, കേരളത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ കോപ്പി എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ളത് എക്സ്പീരിയൻസ്, ചില സ്ഥലങ്ങളിൽ ചോദിക്കുന്നത്, ചില പോസ്റ്റിന് എന്ത് ചെയ്യേണ്ട, എക്സ്പീരിയൻസ് ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഫോർ ഒഫീഷ്യൽ റെക്കോർഡ് ഓൺലി എന്ന് പറയുന്നത് അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫിസിക്കൽ, സ്കിൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ അതുപോലെ തന്നെ കാര്യങ്ങൾ, അക്നോളജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസ് നമ്മളെക്കുറിച്ച് അറിയുന്ന എല്ലാം എഴുതുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഇൻഡെക്സ് നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത, ഫിസിക്കൽ ടെസ്റ്റ്, ഇതൊന്നും നിങ്ങൾ എഴുതേണ്ടതായിട്ടില്ല. വെന്യൂ ഓഫ്, ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കേട്ടോ, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇതിൻ്റെ മുകളിലുള്ളതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ 4ാമത്തെ പേജ് തൊട്ടിട്ടുള്ളതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫില്ല് ചെയ്യേണ്ട. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു കാര്യം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചർ ഓഫ് കൺട്രോൾ ഓഫ്, ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സ്ഥലമില്ല, ഇവിടെ സിഗ്നേച്ചർ കൊടുക്കുക. നിങ്ങൾ അയക്കുന്ന അപേക്ഷ കൊടുക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുക്കുക, സിമ്പിളാണ്. എന്നിട്ട് കത്തയക്കുന്ന, നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. കത്തയക്കുന്ന നോർമൽ നമ്മുടെ ചില ബുക്ക് ഷോപ്പിലും, അതായത് നമ്മുടെ ഈ പുസ്തകമൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കത്തയക്കുന്ന ഇത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എംവലപ്പ് അല്ലെങ്കിൽ കത്തയക്കുന്ന ഒരു പാക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 അഡ്രസ്സായിട്ട്, ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ അതിൻ്റെ പിന്നടക്കം 2 അഡ്രസ്സായിട്ട് അത് എഴുതുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സംഭവം ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നും കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രം അഡ്രസ്സായിട്ട് എന്ത് ചെയ്യുക, ഫ്രം നിങ്ങളായിരിക്കണം, ഫ്രം അഡ്രസ്സ് നിങ്ങളായിരിക്കണം, ഇറ്റ്സ് യു നിങ്ങളായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ അതും കൂടി വെക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്താൽ മതി. വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, പിന്നെ ഒരു 10 രൂപേൻ്റെ സ്റ്റാമ്പാണ് പറഞ്ഞത്, 10 രൂപേൻ്റെ കിട്ടുകയാണെങ്കിൽ അത് ഒട്ടിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും പ്രശ്നമൊന്നും കാണാൻ സാധ്യതയില്ല. എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പോസ്റ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ പെട്ടെന്ന് ഇത് താല്പര്യമുള്ളവർ ചെയ്യുക. ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, അത് ഈ ഒരു PDF കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താല്പര്യമുള്ള, യോഗ്യതയുള്ളവർ വീഡിയോ ഇത്ര നേരം കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ട്, ഓക്കെയാണ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ മറക്കേണ്ട.